ടി ടി ഫാമിലിയിൽ അവർ ലേഡി ആണെങ്കിൽ പ്രഗ്നന്റ് ആയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരുടെ ചാനലിലൂടെ വന്നുകൊണ്ടിരുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് കോണ്ടന്റ്സ് ആയിരുന്നു. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഫാമിലി വ്ളോഗേഴ്സിന് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു കണ്ടന്റ് കൂടിയാണ് പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടന്റ്സ്. ആൻഡ് ആ ഒരു ലേഡിയുടെ ഡെലിവറി അടുത്തൊരു ടൈം ആയിരുന്നു ഇതിപ്പോൾ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് സമയങ്ങൾക്ക് മുന്നേ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഷെമി പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്നു, അപ്പോൾ തന്നെ മരിച്ചു, എല്ലാവരും ദുആ ചെയ്യണം. സത്യം പറഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫിൽ ഏറ്റവും വിഷമഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ ആ ഒരു സങ്കടത്തിൽ, ആ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. ഓക്കെ, പക്ഷേ പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അതിന് മുന്നേ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എല്ലാവരും പ്രാർത്ഥിക്കണം റിസൾട്ട് വന്നു പറഞ്ഞ് ടൈറ്റിലൊക്കെ കൊടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിൽ സാഹചര്യം മനസ്സിലാക്കാതെ കമന്റ് ബോക്സിൽ കുറേ വിമർശനങ്ങളായിട്ട് വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ മനസാക്ഷി ഇല്ലാത്ത കുറേ ആൾക്കാരെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോവുകയാണ്. മരിച്ച വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പൈസ കടം തരാനൊക്കെ കൊണ്ടുള്ള ഒരാളായിരിക്കും. അപ്പം നമ്മൾ അയാളുടെ അടുത്ത് കടം ചോദിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ അടുത്ത് പൈസ ചോദിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യം, നമ്മുടെ അവകാശം തന്നെ ആയിരിക്കും. പക്ഷേ അയാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ മക്കളുടെ അടുത്ത് പോയിട്ട് ആ മരണ വീട്ടിൽ അടക്കമുള്ള ദിവസം തിന്നിട്ട് എനിക്ക് പൈസ കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ ചോദിക്കുന്ന അയാളുടെ അവകാശമായിരിക്കും, പക്ഷേ അത് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണോ എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. കാര്യം അവരുടെ ആ ഒരു വീഡിയോയുടെ കുറച്ച് ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. പിന്നെ ഞാൻ എന്താക്കുന്ന ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് ഇപ്പം പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ്. നമ്മൾ 2 ദിവസം മുമ്പ്, 15 ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിരുന്നല്ലോ, സ്കാനിങ് 5ാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടൈം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവർ വിളിച്ചത്, അർജൻറ്റായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. 5:30 ഇപ്പോൾ കണ്ടില്ലതാ, 5:30 ആയിക്കാൻ. അപ്പം പിന്നെ ഒരു വിളിച്ച സമയത്ത് അത്ര ഒരു നല്ലൊരു റിസൾട്ട് ആവാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ പിന്നെ ഷെമീൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിന്നില്ല. ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലാണ് ഓരോ സംസാരത്തിലേക്ക് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ എന്താക്കുന്ന, ഷെമീനെ അവിടെ ഇറക്കി. പിന്നെ റോല് പറഞ്ഞ് ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യും, ഡോക്ടർ ചെറിയ പരിപാടിയിലാന്ന് പറഞ്ഞ സമയത്ത് ഏതായാലും ഞാൻ കാറ് പാർക്ക് ചെയ്യുവാണ്. കാർ അവിടെ ഇട്ടേനെ. അപ്പോൾ പാർക്കിങ്ങിലേക്ക് വന്നപ്പം ഏതായാലും എന്നാൽ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അതെ, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അല്ലാതെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലല്ല അവർ എടുത്തേക്കുന്നത്. കാര്യം ഇപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ മരണവാർത്തയ്ക്ക് ശേഷം ഒരു വീഡിയോ കാര്യങ്ങളൊന്നും എടുത്ത് അങ്ങനെ ഇട്ടില്ല. ജസ്റ്റ് ഒരു പോസ്റ്റ് അവരുടെ ഈ ഒരു വിവരം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളിലോട്ട് ആ ഒരു വിവരം എത്തിച്ചത് മാത്രമേ അവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ ഏതായാലും ഇപ്പോൾ നിങ്ങളടുത്ത് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. കാരണം നിങ്ങൾക്ക് പ്രാർത്ഥന സത്യം പറയുകയാണെങ്കിൽ ഞാനായാലും ഷെമിയായാലും നമുക്ക് ഷെമിക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കുറച്ചെങ്കിലും സന്തോഷം കിട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ച് ആൾക്കാർ നമ്മളെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി എന്താ പറയുക, അത്രയും സ്നേഹം തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മറ്റൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഓക്കെ, അയാൾ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ വീഡിയോക്കൊക്കെ കമന്റ് ബോക്സിലൂടെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കമന്റ്സ് ഇടുന്നത് കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഈ വിശ്വാസികളായിട്ടുള്ള കുറേ ആളുകൾക്കാണെങ്കിൽ അതൊരു ആശ്വാസമാവുന്നുണ്ട്. ഇപ്പം ഞാനും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഞാനും വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിയല്ല, പക്ഷേ ഇങ്ങനെ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അത് ജീവിതത്തിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ സമാധാനപരമായിട്ട് സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് ആ രീതിയിൽ അവരൊരു നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ കമന്റ് ബോക്സിൽ ആളുകൾ പ്രാർത്ഥനയുടെ ആ ഒരു കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അവർ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള കമന്റ്സ് കാണുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും അവർക്കാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ അവർക്കുണ്ടാക്കും. ഓക്കെ, അത് വളരെ നല്ലതായിട്ടുള്ള കാര്യം തന്നെയാണ്. അവരെങ്ങനെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, പിന്നെ റിസൾട്ടൊക്കെ കാണിച്ച് റിസൾട്ട് കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ട് എന്നാണ് വിളിച്ചതെന്നാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് തോന്നെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റിയും കൊണ്ട് ഇപ്പോൾ ടൈം 8:30 അങ്ങനെ ഞങ്ങളൊന്നും കഴിച്ചില്ല, ആകെ വെള്ളം കുടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റി. പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി ഇന്ന് ഭയങ്കരമായിട്ട് തിരക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്താണ് ഒന്നുകൂടി. അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണിക്കുക. പിന്നെ റിസൾട്ട് ഉള്ളത് ആർക്കും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ, റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചെന്ന് തന്നെ പറയാം. പക്ഷേ അങ്ങനെ ആ പ്രതീക്ഷ അസ്തമിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു കുഞ്ഞ് ജനിച്ച പാടെ തന്നെ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ആ ഒരു ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഡെലിവറിയുടെ കാര്യങ്ങൾ അറിയാനെക്കൊണ്ട് കുറേ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവരെ ഫാമിലിയായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താണ് അപ്ഡേറ്റ് എന്ന് അറിയാനെക്കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ കമന്റ് ബോക്സിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് വല്ലാത്ത ഒരു കാലം, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ എന്തെല്ലാം തരത്തിൽ രോഗികളുണ്ടാവും, ഇവൻ എങ്ങനെ അവളെ വെച്ച് പൈസ ഉണ്ടാക്കാം, ഇവൻ പാണ്ടിക്കാട് കുഞ്ഞാനെ മറികടക്കും, എന്തെല്ലാം കച്ചവടം
നോമ്പ് നോറ്റ മനുഷ്യനാണ് ഈ കച്ചവടം നടത്തുന്നത്. ഇവൻ്റെ വീഡിയോ ഹോസ്പിറ്റലിൽ അകത്തിരുന്നുകൊണ്ട് ഡോക്ടർ കാണുന്നുണ്ടാവും. നിനക്ക് മാറാരോഗം വരാതിരിക്കട്ടെ. അതായത് എന്തോന്നാണ് ഇത്, പ്രാഗാണോ നിങ്ങളിത്? ഇത് ഓക്കെ, ഇതിനകത്ത് നോമ്പ് നോറ്റ മനുഷ്യനാണ് ഈ കച്ചവടം നടത്തുന്നത്. നോമ്പ് നോക്കുന്ന മനുഷ്യൻ ഈ കച്ചവടം നടത്താൻ പാടില്ലേ? ഓഫ്കോഴ്സ് നിങ്ങൾ പറയുന്ന പോലെ സ്വന്തം ഫാമിലിയിലെ കാര്യങ്ങളാണ് കണ്ടന്റ് ആക്കി ഇവർ പറഞ്ഞ പോലെ കച്ചവടം നടത്തുന്നത്. ബാക്കി ചില ആൾക്കാരുടെ കൂട്ട് അടിയും വഴക്കുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ ഇവർ കച്ചവടം ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പയ്യനാണെങ്കിൽ ഈ കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ ഈ ഒരു കല്യാണത്തിന് ശേഷമാണെങ്കിൽ പല സ്ഥലങ്ങളിലും ജോലി കിട്ടാണ്ടിരുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുമ്പത്തെ ഇവരുടെ സ്റ്റോറീസിലൊക്കെ ഇവർ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു ടൈമിൽ ഈ പറയുന്ന ആൾക്കാരും അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നിന്നിട്ടില്ലല്ലോ. പിന്നെ അവർ ഇത് വെച്ചിട്ട് കണ്ടന്റ് ആക്കി അവർ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ, എന്താണ് പ്രശ്നം? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രാകുന്ന പോലെ ഇവർ ബാക്കിയുള്ളവരുടെ കൂട്ട് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങളൊന്നും എടുത്തു വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ ഇവരിത്. പല ജാതി തട്ടിപ്പുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഗർഭമുണ്ടായ അന്ന് തൊട്ട് ചാനലിൽ എത്ര വീഡിയോ ഉണ്ടാക്കി സ്വന്തം ഭാര്യയുടെ പ്രസവം വെച്ച് കാശുണ്ടാക്കിയവൻ. ലോകത്തിലെ ആദ്യത്തെ പ്രസവം. ആ പെണ്ണിനെ ലേബർ റൂമിൽ കയറ്റിയിട്ടും വന്ന് വീഡിയോ ചെയ്യുന്നു. ക്യാഷ് തന്നെ മുഖ്യം ബിഗിലെ. ഓക്കെ, ഇത് ഇവരുടെ കണ്ടന്റ് ആണ്. ഓക്കെ, ഇതാണ് അവരുടെ കണ്ടന്റ്. ഇവരിതല്ലാതെ വേറെ എന്ത് കണ്ടന്റ് ആണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന പോലെ ഒരുപാട് നിങ്ങൾ ഈ പറയുന്ന പോലെ യൂട്യൂബേഴ്സിന് ഇപ്പോൾ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ ഇങ്ങനെ ഒഴുകി വീഴുക കുറേ ആൾക്കാർ പറയുന്നു. എല്ലാവർക്കും അങ്ങനെ അല്ലടേ. കുറേ ആൾക്കാർക്ക് പണി എടുത്താൽ മാത്രമേ ഇത് കയറുള്ളൂ. അവർക്കിപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഏണിങ്സൊക്കെ ഈ പറയുന്ന ഹോസ്പിറ്റൽ കേസിൻ്റെ തന്നെ അവർക്ക് പോയിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇതല്ലാതെ മറ്റെന്ത് കാര്യമാണോ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുക? സ്വന്തം ഭാര്യയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എടുക്കുക. വീഗാലാൻഡ് റൈഡ് കയറുന്ന വീഡിയോ വന്നിട്ട് ഇടാൻ പറ്റുമോ അവർ? ഇല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ആ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം, പുള്ളിയുടെ ഭാഗം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഞാൻ, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് വന്ന് പുള്ളി ആ ഒരു വീഡിയോ ഇടുന്നത്. അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഓക്കെ, അപ്പോഴും ഇവരുടെ ഒരു സാഹചര്യം പോലും ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. എന്തൊരു കച്ചവടം നടക്കുന്നത് നാട്ടിൽ, ഗർഭിണിയായാൽ പ്രസവിക്കുന്നത് വരെ കച്ചവടം, യൂട്യൂബ് കച്ചവടം, എന്തെല്ലാം തരത്തിലുള്ള ആൾക്കാരാണ് കേരളത്തിൽ കച്ചവടത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഹജ്ജിന് പോയത് കച്ചവടം, മൈലേജ് കിട്ടുന്ന കച്ചവടം, പൊന്നുസഖി കച്ചവടം, യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ വിശ്വാസപരമായിട്ട് നിങ്ങൾ ഇതിനാണ് ആ ഒരു ലെവലിലോട്ട് സാധനങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് അറിയിക്കുന്നു. ഈ ഒരു കേസ് പറഞ്ഞിട്ട് ഇവൻ എത്ര വീഡിയോ ഇറക്കി നാട്ടുകാരെ ഒരു പ്രസവം നടക്കാൻ പോവുകയാണ്. ഭൂമിയിൽ ആദ്യമായിട്ടുള്ള പ്രസവമാണ്. ജനങ്ങളെ വരൂ ആകെ ഒരു ചെറുപ്പക്കാരൻ ചെക്കൻ വല്ല പണിക്ക് പോയിക്കൂടെ? ബാക്കിയുള്ള കുറേ ആൾക്കാർ ഫാമിലി വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രവീൺ പ്രണവ് ചാനലൊക്കെ അവരുടെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയേക്കുന്ന ഒരു കണ്ടന്റ് അവരുടെ വഴക്കിനെക്കാട്ടി കൂടുതൽ അവരുടെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് ഫുള്ള് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവർ ആ ഒരു അടിയും വഴക്കുണ്ടായതിനു ശേഷമാണ് അവർക്ക് ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ആയി മാറിയത്. അങ്ങനെ ബാക്കിയുള്ള ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സ് ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരോട് ഇല്ലാത്തൊരു പ്രത്യേകതരമായിട്ടുള്ള ഒരു വെറുപ്പും ഒരു അകൽച്ചയാണ് പല ആളുകൾക്കും ഈ ഒരു ഫാമിലിയോട് കാണിക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളുടെ ഒരു കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരെ ഏത് രീതിയിലാണെന്നുള്ളത്. അതിൻ്റെ പേരിലാണ്. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാലം പോയ പോക്ക്. സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഹോസ്പിറ്റൽ കേസുമായി വിടുമ്പോൾ മൊബൈലിൽ അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുക, അതും ഒരു വരുമാന മാർഗ്ഗമായി കാണുന്ന മാനസികാവസ്ഥ വല്ലാത്ത അസുഖം തന്നെ. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പുള്ളി പറയുന്നില്ലേ, ഭാര്യയാണെങ്കിൽ ഇതുപോലെ ഹോസ്പിറ്റലിനകത്ത് കിടന്ന് അതിനെപ്പറ്റി ഞാൻ അതിനകത്തോട്ട് വീഡിയോ ഷൂട്ട് ചെയ്തില്ല, അതാണ് ഞാൻ വെളിയിൽ വന്നിട്ട് ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള മാനസികാവസ്ഥയിലാണ് പറയുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, യാദൃശികമായി കണ്ടൊരു വീഡിയോ ആണ്. ജനനം മുതൽ മരണം വരെ ചിത്രീകരിച്ച് യൂട്യൂബിൽ ഇടുന്ന ലോകം. പണം വേണം, അതിന് എന്ത് മാർഗമായാലും കുഴപ്പമില്ല, സ്വയം തീരുമാനിക്കുന്നു. യൂട്യൂബിൽ പ്രസവം കൂടി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അള്ളാനെ മറന്നുള്ള ഒരു കളി കളിക്കാൻ നിൽക്കരുത് ആരും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പടച്ചവൻ മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇതിനാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് മറ്റൊരാൾ തന്നെ ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അള്ളാനെ ആര് മറന്നു, അതാണ് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അള്ളാനെ മറന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം മറ്റൊരാൾ, ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ തന്നെ മറ്റൊരാൾ അത് ഫോളോ ചെയ്യണം എന്നൊന്നും നിങ്ങൾ ദയവ് ഇത് വാശി പിടിക്കാണ്ടിരിക്കുക. 3 നേരം അലാറം വെച്ച് പ്രാർത്ഥിക്കാം പോരെ എന്നൊക്കെ. അപ്പം ഈ റമദാൻ മാസത്തെ തന്നെ വേണം മനുഷ്യനെ പരിഹസിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഓക്കെ അവർക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതോ അവരെ വിമർശിക്കുന്നതോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. കാര്യം നമുക്ക് തെറ്റായിട്ട് കാണുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയണം. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പറയുന്ന പോലെ അവർ കച്ചവടം നടത്തുകയാണ്. ഇപ്പം ഞാനാണെങ്കിൽ എന്താണ് ചെയ്തത്, അവരുടെ കണ്ടന്റ് എടുത്ത് വെച്ചാൽ ഞാൻ കച്ചവടം ചെയ്തത്. ഈ യൂട്യൂബിൽ വീഡിയോ എടുത്ത ഓരോ ആളുകളും അവരവരുടെ കണ്ടന്റ് അവരായിട്ടുള്ള കാറ്റഗറിയിൽ കണ്ടന്റ് കച്ചവടം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിര് കിടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് വിമർശിക്കാം. ഞാനും നിരന്തരം ഈ പറയുന്ന പോലെ അതിര് കിടക്കുന്ന ഫാമിലി വ്ലോഗേഴ്സിനെ നമ്മൾ വിമർശിക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ് അതിര് കിടന്നുള്ളതെങ്കിൽ മനസ്സിലാവുന്നില്ല. വളരെ കൃത്യമായിട്ട് അവരവരുടെ പോയിന്റ് ക്ലാരിറ്റിയിൽ അവർ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഓക്കെ അവരുടെ ഭാഗത്ത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങളാണെന്ന് തന്നെ ഇരുന്നോട്ടെ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മരണ വീട്ടിൽ നിങ്ങൾക്ക് കടം തരാനുള്ള ഒരാൾ മരിച്ചുപോയി, അയാളുടെ വീട്ടിൽ ചെന്നിട്ട് ആ ഒരു അടക്ക ദിവസം അയാളുടെ മക്കളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി പൈസ തിരിച്ചു തരണം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ അവകാശമാണ് പറയുന്നത്. പക്ഷേ അത് പറയേണ്ട ഒരു സാഹചര്യമാണ് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണ്ടേ.
ആ ഒരു ലോജിക്ക് മാത്രം നിങ്ങളിവിടെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഈ ഇത്തരം കമൻസ് ഇടുന്ന ഓക്കെ, നിങ്ങൾ ഇതിന് മുമ്പ് നിങ്ങൾ കമൻസ് ഇട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതവരൊക്കെ ആ രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ അവർക്കത് താങ്ങാൻ കഴിയില്ല. കാര്യം ഒന്നാമത് കുഞ്ഞു പോയ ആ ഒരു വിഷമത്തിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇത്തരം കമൻസ് കൂടെ വരുമ്പോഴത്തേക്കും അവർക്ക് താങ്ങാൻ പറ്റൂലേ. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വരാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ശരി, ബൈ.